വിഷ്ണുട്ടാ, ഒരു 2 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിലേ ഒരു സാധാരണക്കാരൻ എത്ര കൊല്ലം പണിയെടുക്കേണ്ടി വരും അല്ലേ? നമ്മുടെ വീട്ടു ചെലവുകളും പിന്നെ EMI ഒക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഒരു സാധാരണക്കാരന് ഒരു 5 കൊല്ലെങ്കിലും എടുക്കും 2 ലക്ഷം രൂപ ഉണ്ടാക്കണം. അപ്പോൾ ഒരു 20-25 ലക്ഷമൊക്കെ ഹോസ്പിറ്റൽ ബില്ല് വന്നു കഴിഞ്ഞാൽ അവരുണ്ടാക്കി വെച്ച സ്വർണ്ണവും കാശും ഒക്കെ ചെലവാക്കേണ്ടി വരില്ലേ? ഈ ഹോസ്പിറ്റൽ ബില്ല് കുറയാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അതിനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൽ? കേരളത്തിന് ഇനി ഹോസ്പിറ്റൽ ബില്ല് കുറയാൻ ഒരു സാധ്യതയില്ല. ഹോസ്പിറ്റൽ ബില്ല് കൂടുക തന്നെ ഉള്ളൂ. അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക, ഭക്ഷണവും എക്സസൈസും ഒക്കെ സമയത്തിന് ചെയ്യുന്നതൊക്കെ ഉറപ്പുവരുത്തുക. അതന്നെ നമുക്കിപ്പോൾ ഇനി ചെയ്യാനുള്ളൂ. ഹോസ്പിറ്റൽ ബില്ലൊന്നും കുറയാൻ പോകുന്നില്ല. അതല്ല, പക്ഷെ ചികിത്സിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണ്ടേ? ഇപ്പോൾ വല്ല ആക്സിഡന്റോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തും സംഭവിക്കാമല്ലോ. അപ്പം ഇങ്ങനെ ഉള്ളതൊക്കെ വിറ്റ് പറക്കി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം എന്താ ചെയ്യുക? ഫാമിലിക്ക് മൊത്തമുള്ള ചികിത്സയാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൽ. ഇപ്പോൾ ഫാമിലിക്ക് മൊത്തമായിട്ടുള്ള ചികിത്സ അതിൽ കൂടെ എടുക്കാൻ പറ്റും. അതിനൊക്കെ അപ്പം നല്ല പൈസ ആവുമോ? ഇല്ല, ഫാമിലി ഫ്ലോട്ടർ മാസത്തേക്ക് 1000 രൂപ വെച്ചിട്ടൊക്കെ തുടങ്ങണതൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ഫീച്ചറിനനുസരിച്ച് പൈസ ചിലവ് കൂടും. ഇപ്പോൾ മാരുതി കാറിനും ബെൻസിനും ഒരേ വിലയില്ലല്ലോ. അപ്പോൾ ഓരോ ഫീച്ചറും കൂടുന്നതിനനുസരിച്ച് അതിനുള്ള റേറ്റും കൂടും. അപ്പോൾ ഇതിൽ ബെസ്റ്റ് പ്ലാനും ഫീച്ചറൊക്കെ നോക്കിയിട്ട് നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുക?